ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ ഇച്ചിരി മാറിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ മൊത്തം പനിയായിട്ട് കിടപ്പായിരുന്നു ഗൈസ്. ഞാൻ പണിക്കൊന്നും പോയില്ല. അപ്പോൾ ഇന്ന് നമ്മളെ വോക്കൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ സംഗീത് സിൽസിലേക്ക് വിട്ടതാണ്. ഇത് വന്നിട്ട് നമ്മളെ കോഴിക്കോട് നമ്മളെ മാനാഞ്ചിറ ഉണ്ടല്ലോ, മാനാഞ്ചിറേൻ്റെ അടുത്താണ്. വേറെ ഒന്നുമില്ല, അമ്മേൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച അമ്മക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ അതിനാണ് നമ്മളിന്ന് മെയിനായിട്ട് ഇവിടെ വന്നത്. അപ്പോൾ വീണ്ടും ഉള്ളിൽ കയറിയപ്പോൾ കുറേ സാധനങ്ങൾ, എന്താ ചുരിദാറുണ്ട്, സാരി ഉണ്ട്, ടോപ്പ് ഉണ്ട്. അപ്പം ഞാൻ ആകെ ഭയങ്കര കൺഫ്യൂഷനായി എന്തെടുക്കും എന്നുള്ളത്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ തപ്പിയിൽ ആദ്യം തടഞ്ഞത് ഈ കുപ്പായാട്ടോ കണ്ണിൽ. അപ്പോൾ ഇത് ഞാൻ ചുമ്മാ റേറ്റൊക്കെ നോക്കിയപ്പോൾ 2700. അപ്പം അത്രയും പൈസക്കൊന്നും ഉള്ള മുതൽ അത് ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എനിക്കങ്ങനെ അത്രയും പൈസയൊക്കെ ഉള്ള സാധനമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം പിന്നെ ഞാനിങ്ങനെ കുറേ തപ്പി. പിന്നെ അവിടെ നിന്ന് ഞാൻ ഇതുമാതിരി ഒരു ഷോള് കണ്ടിട്ടോ. ഇത് ഞാൻ എന്തിനാ ഇട്ടെന്നുള്ള എനിക്കറിയില്ല, കാരണം ഞാനെനിക്ക് വാങ്ങാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഞാൻ അവിടെ നല്ലൊരു ഷോള് കണ്ടപ്പോൾ വെറുതെ ഇങ്ങനെ ഇട്ട് നോക്കിയത്, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അപ്പുറത്തെ സെഷനിൽ പോയി. പിന്നെ ഇവിടെ കുറേ ടോപ്സ് ഉണ്ട്, ചുരിദാർ പീസുകളുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഞാൻ തപ്പിത്തിരയാണ് കേട്ടോ എന്ത് വാങ്ങുമെന്ന് ആലോചിച്ചിട്ട്. പിന്നെ അപ്പുറത്തെ സെഷനിൽ കണ്ടില്ല, ഇവിടെ മൊത്തം റെഡിമെയ്ഡ് ടോപ്സാണ്. പിന്നെ ഇതൊക്കെ വന്നിട്ട് അത്യാവശ്യം എഫോർഡബിൾ ആയിട്ടുള്ള നല്ല കുറച്ച് എന്താ പറയുക, നല്ല നല്ല വൃത്തിയുള്ളതും നല്ല ഭംഗിയുള്ള കുറച്ച് ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. ഇതൊരു 1500 1600 ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു സെഷനിൽ വരുന്നത്, ആ ചുരിദാർ മെറ്റീരിയലിൻ്റെ സെഷനിൽ വരുന്നത് കേട്ടോ. അത് അത്യാവശ്യം എനിക്ക് നല്ലതായിട്ട് തോന്നി. അവിടെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു ചുരിദാർ മെറ്റീരിയൽ അമ്മയ്ക്ക് വേണ്ടി എടുത്ത്. പക്ഷെ അത് വീഡിയോ എടുത്തില്ല കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ അവിടെ കുറേ ആൾക്കാരൊക്കെ വന്ന് അപ്പോൾ അങ്ങനെ ആകെ തിരക്കായിപ്പോയി. ആ ഒരു മെറ്റീരിയൽ എടുക്കാൻ മാത്രം വിട്ടുപോയി. പക്ഷെ കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ വന്നിട്ട് അമ്മക്ക് കൊടുക്കണ്ട. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് കാണാമല്ലോ ഞാൻ എന്താ എടുത്തതെന്നുള്ളത്. പിന്നെ ഈ ബില്ലിംഗ് സെഷനിൽ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്ന് ഗൈസ്. ഞാൻ GPay ത്രൂ ആയിരുന്നു ചെയ്തത്. പക്ഷേ ഇവിടെ ഈ ഒരു ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരുണ്ടേനു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇവർ ഈ ഒരാൾ തന്നെ ഇങ്ങനെ എടുത്തു കൊടുക്കണേനു. അപ്പോൾ അതിൻ്റെതായ ഇച്ചിരി ഡിലേസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് മല മറക്കാനുള്ള പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കുഴപ്പമില്ല. എന്നാലും ഞാനിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ അവരെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ കവർ എവിടെ എന്നുള്ള കാര്യം. അങ്ങനെ ഫൈനലി ഞാൻ ഇവിടെ ഒരു ചേച്ചി വന്നപ്പോഴും ഞാൻ ചോദിച്ചിട്ടു എൻ്റെ കവർ എവിടെ, അതൊന്നും എടുത്തരാനുള്ളത്. പക്ഷേ ആ ചേച്ചി പറഞ്ഞ് ഈ ചേട്ടൻ എടുത്തരുന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത്. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് വീട്ടിൽ പോയിട്ട് കാര്യമായിട്ട് വലിയ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ചേട്ടൻ എനിക്ക് എടുത്തത്. കാരണം അവിടെ ബില്ലിങ്ങിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോയി. സോ അതിൻ്റെ കാരണം ആകെ 1-2 ആൾക്കാരെ ഉള്ളതിനെ അവിടെ മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഫൈനലി നമുക്ക് സാധനം കൈമ കിട്ടി. അപ്പോൾ ഇനി ഞാൻ നേരെ വീട്ടിലേക്കാണ് പോണത്. എനിക്കിങ്ങനെ ഒരു പ്ലാനുള്ള കാര്യം പോലും അമ്മക്ക് അറിയലുണ്ടാവില്ല. കാരണം അമ്മ വിചാരിച്ചിരിക്കുന്നത് ഞാൻ അമ്മേൻ്റെ ഈ ബർത്ത് ഡേറ്റ് ഒക്കെ മറന്നതാണ്. സോ അതുകൊണ്ട് അങ്ങനത്തെ പ്ലാനിങ്ങുള്ള കാര്യം നമുക്ക് അറിയലുണ്ടാവില്ല, അത് വേറെ കാര്യം. പിന്നെ എൻ്റെ ബാഗ് ഇവിടെ കൊടുത്തിരുന്നു കൗണ്ടറിൽ. അപ്പോൾ അതും കൂടെ ഞാൻ എടുത്തിട്ട് ഞാൻ നേരെ പോകാനുള്ള പരിപാടിയാണ്. പിന്നെ ഇത് കണ്ടോ, ഈ ഓട്ടോമാറ്റിക് ഡോറ്, ഇതിൻ്റെ ഉള്ളിലൊരു ചേട്ടൻ ഇപ്പോൾ കണ്ടില്ലേ ആകെ സ്റ്റക്കായിപ്പോയി. ആ ചേട്ടൻ ഇങ്ങനെ പകുതിയായി നിന്നതാണ്, ഡോർ അങ്ങ് വന്ന് ക്ലോസായി. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ, കാണണമെല്ലാവരും അങ്ങനെയൊന്നും പോയി നിൽക്കാണ്ടിരിക്കുക, കാരണം കുടുങ്ങി പോയതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ സാധനമൊക്കെ മേടിച്ച് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് ബസ് കയറാൻ വേണ്ടി പോവുകയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ സൂര്യ സിൽക്സിൽ ഞങ്ങൾ എപ്പോഴും ഈ സൂര്യ പോകണോണ്ട് സൂര്യ എന്നാണ് വരുന്നത് വായിൽ. സംഗീതിൽ ഇത് കണ്ടോ 50% ഓഫർ ഉണ്ട് കേട്ടോ. ഇന്നും നാളെയും കൂടിയാണ് തോന്നുന്നുണ്ടല്ലോ ഉള്ളത്. സോ അപ്പോൾ നിങ്ങൾക്ക് കോഴിക്കോട് തന്നെയുള്ള ആൾക്കാരാണെങ്കിൽ പോയി നോക്കാം, നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ കുറേ തപ്പി തരണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ മാനാഞ്ചിറയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി വീട്ടിലെത്തുക, അമ്മയ്ക്ക് സാധനം കൊടുക്കുക, അമ്മേൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ കാണുക, അതാണ് കേട്ടോ പരിപാടി. ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. എന്റെ കൃഷ്ണ, എന്താ സാരിയോ? ഈശോയെ, ചുരിദാർ സൂപ്പർ, അടിപൊളി, കള്ളത്തി മിണ്ടിയില്ല. നല്ല കളർ ഫംഗ്ഷനൊക്കെ പറ്റിയുള്ള മോളെ. ഇങ്ങോട്ട് തീരി എപ്പം പോയി സംഗീതില്, അപ്പൊ ഓടുന്നു, എപ്പം പോയി സംഗീതമുണ്ട്. എന്റെ ഗുരുവായൂരപ്പ. ഓക്കെ, താങ്ക് യു, സൂപ്പർ. ഇത് രമേശേട്ടൻ്റെ അടുത്ത് കൊടുക്കാതായാലും അടിപൊളി. അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട്. അപ്പോൾ അമ്മയ്ക്ക് നമ്മൾ ഒരു ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുത്ത്, അപ്പോൾ ആൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്.